ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യല് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ടും വളരെ എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ആപ്പിളാണ് എടുക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 2 ആപ്പിൾ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും തൊലിയൊന്ന് മാറ്റിക്കളയണം. നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം നമ്മൾ തൊലിയെല്ലാം മാറ്റിക്കളയുക. 2 അല്ല, ഞാനിവിടെ 3 ആപ്പിൾ എടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് തൊലി ചെത്തിക്കളയാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് മിക്സാക്കിയിട്ട് എടുക്കാനുള്ളതാണ്. ഇനി നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്തിട്ട് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് ഉരുകിയിട്ട് വരട്ടെ. ഇനിയിപ്പോൾ നെയ്യ് നമുക്ക് 2 ടീസ്പൂണോ അതിലേറെയൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ആപ്പിൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ നെയ്യ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അതിലോട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമ്മൾ പട്ടയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നോർമലി പട്ട മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഒരു പട്ട ചേർത്തിട്ട് കൊടുക്കാം. അത് നന്നായി വഴന്നതിന് ശേഷം നമ്മൾ പട്ട അതിൽ നിന്ന് മാറ്റിക്കളയാം. ഇപ്പോൾ ഞാനിവിടെ ആ പട്ട പൊടിച്ചതുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ നമ്മൾ പട്ടയാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പട്ട നന്നായി പൊടിച്ചിട്ട് ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ വരെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാടായാലും രുചി മാറിക്കോളും, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. 1/4 ടീസ്പൂണിലേറെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാലാണ്. നല്ല ഫാറ്റോട് കൂടിയിട്ടുള്ള പാൽ തന്നെ എടുക്കാൻ നോക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ പാല് തിളപ്പിക്കാൻ വെക്കാം. അതുപോലെ തന്നെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസാണ് കേട്ടോ. ചൈന ഗ്രാസ് എടുക്കുമ്പോൾ എപ്പോഴും അതിൽ കുറവാകാതെ എടുക്കാൻ നോക്കുക, എന്നാലേ പുഡിങ് ശരിയാവത്തുള്ളൂ. ഇപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ആപ്പിൾ നമ്മൾ നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് നമ്മൾ അരച്ചിട്ട് എടുക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് അരയ്ക്കാനായിട്ട് 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഒരുപാട് ഫ്ലഫി ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അതുപോലെ തന്നെ അരച്ചിട്ടെടുക്കാം. ഇനി ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇനി നിങ്ങൾ ആപ്പിൾ കൂടുതൽ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പാലിൻ്റെ ലിറ്റർ കൂട്ടി കൊടുക്കുക. ഞാനിവിടെ 2 ആപ്പിൾ ആയതുകൊണ്ട് 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഇതിലോട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് കൊടുക്കാം. പഞ്ചസാര ഇതിലോട്ട് ആവശ്യത്തിനുള്ള 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആപ്പിൾ പൊതുവേ മധുരം ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം മധുരത്തിനുള്ള 1 കപ്പ് മധുരം ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഈ പാലിലൊന്ന് ലയിക്കുന്നത് വരെ നമ്മളൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ചൈന ഗ്രാസും കൂടെ മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ചൈന ഗ്രാസ് ഒട്ടും തന്നെ കൂടുതൽ വെള്ളം വെച്ചിട്ട് മെൽറ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പാകത്തിന് ഒരു 3-4 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ടെടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മാത്രം ഇത് പാകം ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ പാലിലോട്ട് ഈ ഒരു മിക്സും കൂടെ നന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് ഫ്ലഫി ആകുന്നത് വരെ എടുക്കേണ്ട സമയമൊന്നുമില്ല. നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ചെറുതായിട്ടൊരു ചൂടായാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മളുടെ ആപ്പിൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിലേക്ക് അതും കൂടെ ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതുപോലെ തന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് ഒരുപാട് തിളച്ച് മറിയണ്ട കേട്ടോ. ഒന്നുകിൽ ഫ്ലെയിം ഓഫാക്കാം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് മാത്രം നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വെക്കുക. ഒരിക്കലും തിളച്ച് പോവരുത് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് വരെ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ പഞ്ചസാരയുടെ അളവ് കുറച്ചങ്ങ് കുറയ്ക്കേണ്ടി വരും.
മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ഡെക്കറേഷനായിട്ട് നമ്മളിവിടെ അനാർ എടുത്തിട്ടുണ്ട്. അനാറും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സെർവ് ചെയ്തതിന് ശേഷം നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ അനാറാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നട്ട്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഏത് ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പിൾ വേവിക്കാത്ത അത് ചെറുതായി കട്ടാക്കിയിട്ട് അങ്ങനെയും ഇട്ട് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പിൾ വേവിച്ച് വെച്ചിട്ടുള്ളത് ഒരു പാതി എടുത്ത് വെച്ചിട്ട് ഇത് ചുറ്റിലും അങ്ങനെയും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അനാർ ഇടുമ്പോൾ നല്ല അടിപൊളി കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ആപ്പിൾ വേണമെങ്കിലും നമുക്ക് ചുറ്റിലും ആയിട്ട് നമ്മൾ വാട്ടിയെടുത്ത ആപ്പിൾ വേണമെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ നമ്മളുടെ അടിപൊളി പുഡിംഗ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കാം. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.